ഇന്ന് 2025 2026 ഇതാണ് ഇവർ ചെയ്യണത്. 1600 കൊല്ലം മുമ്പുള്ള ചെയ്തത് കിതാബിലുള്ള എന്തെങ്കിലും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. 2026 ആ കിതാബ് ഫോളോ ചെയ്യുന്ന ആളുകൾ അത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് 15 കൊല്ലം കാത്തിരുന്നു? ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ അക്രമം പ്രവർത്തിക്കുന്ന മൗലവി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ന്യൂനതയാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ ന്യൂനത മറച്ചു വെച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ന്യൂനതയും അള്ളാഹു മറച്ചു വെക്കും. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഈ തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്, അക്രമം പ്രവർത്തിക്കുന്നത് ന്യൂനതയാണ് എന്ന് എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. രണ്ട് മൗലവിമാര് രണ്ട് സൈഡിൽ നിന്നിട്ട് രണ്ട് മുഖത്തും അടിച്ചിട്ട് കണ്ണിന്റെ കിളിപാറാന്ന് പറയില്ല, അങ്ങനെ പോയി മൂത്രത്തിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, ഇത്രയും ഭീകരമായ അവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരു അവസ്ഥ വരെ ഈ ഉള്ളവനുണ്ടായിട്ട് ആ സംഭവം പറയുമ്പോ ഇവർ തിരിച്ചു തരുന്ന മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഈ സംഭവങ്ങൾ പുറത്ത് ആരോടും പറയരുത് കേട്ടോ. കാരണം അവരുടെ ന്യൂനതയാണ് എന്ത്? അടിവയറ്റിന് ഇടിച്ചിട്ട് മൂത്രത്തിൽ കുളിച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയ അവർ ചെയ്ത അക്രമമില്ലേ, അത് അവരുടെ ന്യൂനതയാണ് പോലും. അവർ മൗലവിമാരാണ്, തൗഹീദുള്ളവരാണ്, അതുകൊണ്ട് അത് അവരുടെ ന്യൂനതയാണ്. നേരെ മറിച്ച് ഒരു സാധാരണക്കാരനാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം കൊടുക്കണം എന്നല്ലേ മറുപടി പറയാം. തൗഹീദുള്ളവനായപ്പോ അത് അവരുടെ ന്യൂനതയാണ്. എന്നിട്ട് ആ വേദന എത്രയോ മാസങ്ങൾ ഞാൻ കൊണ്ടു നടക്കുകയാണ്. എനിക്ക് കിട്ടിയ പരിക്കിന്റെ അത് പറയുമ്പോഴും ഓർമ്മിപ്പിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ ഇവരെന്നോട് പറയുന്നറിയോ? ധൈര്യമായിട്ട് പോയിക്കോളൂ. സുമയ്യ ബീവിയുടെ പ്രൈവറ്റ് പാർട്ടിൽ കുന്തം ഓട്ടുന്ന സമയത്ത് ആ സമയത്ത് സുമയ്യ ബീവി അനുഭവിച്ച വേദനയില്ലേ, അതിന്റെ 10 പോലും മൊയ്സ് അനുഭവിച്ചിട്ടില്ലല്ലോ. സുമയ്യ ബീവി പോണ സ്വർഗത്തിൽ മൊയ്സിന് പോണോ? എന്ത് വേണം? ഇടിയൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നമ്മൾ ക്ഷമിക്കുക. എന്നാൽ ഈ അക്രമം പ്രവർത്തിച്ചവന് അവർക്ക് മിമ്പർ കൊടുക്കുകയാണ്. ഈ മിമ്പറിൽ കുത്തുപോറണം. എനിക്ക് തൗഹീദ് ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെ എവിടുന്നോ ഏറിയെടുത്ത് പറയണതല്ല. ഞാൻ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. അത്രയത്ര ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ എന്റെ ലൈഫ് കടന്നുപോയത്. ഈ 40 കൊല്ലത്തിനിടക്ക് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും നിങ്ങൾ എന്റെ കണ്ണ് കണ്ടുണ്ട്. എന്നെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്റെ കണ്ണ്, ഞാൻ പറഞ്ഞുതരാം എന്റെ കഥ എന്താണ്, എന്തുകൊണ്ട് ഈ കണ്ണ് ഇങ്ങനെ ആയി എന്നുള്ളത്. ഇതാണല്ലോ സമാധാനത്തിന്റെ മതം.